Hello, good evening. Good evening. So, നമ്മുടെ last day supervised. ഈ ഫോൾഡേഴ്സ് ഉണ്ടല്ലോ ഇത് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ അണ്ടറിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർവൈസറിൻ്റെ ഉള്ളിലല്ല, പക്ഷെ അതിൻ്റെ പുറത്തേക്ക് ആക്കുന്നുണ്ട്. നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മൾ ബൂസ്റ്റിംഗ് അൽഗോരിതംസ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഇൻകത്തിൻ്റെ റിഗ്രസർ പ്രോബ്ലം ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇതിൻ്റെ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം, ഇവിടം വരെ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഓക്കെ, അഡാബൂസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രെയിനിങ് സ്കോർ എന്ന് പറയുന്നത്, അതായത് ഇൻകം പ്രോബ്ലം തന്നെ നമ്മൾ റിഗ്രസർ അഡാബൂസ്റ്റിൻ്റെ റിഗ്രസർ വെച്ചിട്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്, ക്ലാസിഫിക്കേഷൻ വെച്ച് ചെയ്ത് നോക്കാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ നെക്സ്റ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ന്യൂ ഇത് കൊടുക്കുന്നുണ്ട്. ഫയൽ നെയിം ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഇൻകം പ്രോബ്ലം അഡാബൂസ്റ്റ് ക്ലാസിഫയർ. ഓക്കെ, ഫയൽ നെയിം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അഡാബൂസ്റ്റ് ക്ലാസിഫയർ നമുക്കിനി സെയിം ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഇമ്പോർട്ട് കൊടുക്കുക, പാണ്ടാസ് ആസ് പി ഡി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഫ്രം കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ്, ലേബിൾ എൻകോഡർ ആണ്. സോ അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊടുക്കുക ഫ്രം sklearn ഡോട്ട് പ്രീ പ്രോസസ്സിംഗ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ലേബിൾ എൻകോഡർ കൊടുക്കുക. ലേബിൾ എൻകോഡർ കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്തായിരിക്കും, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് വേണം. സോ ഫ്രം ഇതിനാണ് sklearn ഡോട്ട് മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് കൊടുക്കുക. അതേപോലെ നമുക്ക് അഡാബൂസ് ക്ലാസിഫയറും വേണം. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം sklearn ഡോട്ട് ensemble ഇമ്പോർട്ട് കൊടുക്കുക, അഡാബൂസ്റ്റ് ക്ലാസിഫയർ കൊടുക്കുക. ദെൻ റൺ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട്സ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ. ചില കേസസിൽ ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഫ്രെയിമിനെ ക്രിയേറ്റ് ചെയ്യണം. സോ ഡാറ്റ ഈക്വൽസ് കൊടുക്കുന്നുണ്ട് പി ഡി ഡോട്ട് റീഡ് അണ്ടർസ്കോർ സി എസ് വി ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക, ഇൻകം ഡോട്ട് സി എസ് വി കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ കൊടുക്കുക, ദെൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ കാറ്റഗറിക്കൽ കോളംസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. നമുക്കതിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുണ്ട് കേട്ടോ. ഉണ്ട്, കാറ്റഗറിക്കൽ കോളംസ് വന്നിട്ടുണ്ട്. സോ ഇതിനൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഡാറ്റ ഡോട്ട് ഇത് കൊടുക്കുക, കോളംസ് കൊടുത്തിട്ട് കോളം നെയിം എടുക്കുക,
തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, സം കൊടുത്ത് നോക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഓക്കെ, ആ ഒരു 3 കോളത്തിൽ നമുക്ക് നൾ വാല്യൂസ് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കൗണ്ട്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ വർക്ക് ക്ലാസ് അല്ലേ. സോ അത് ആ ഒരു കോളം നെയിം തെറ്റിക്കാതെ കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഡോട്ട് വാല്യൂ കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് റൺ ചെയ്യാം. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ കൗണ്ട്സ് വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി കോളംസ് ഒക്യുപ്പേഷൻ്റെയും അതേപോലെ നേറ്റീവ് കൺട്രീൻ്റെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെടുക്കാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് ഒക്യുപ്പേഷൻ കൊടുക്കുക, ദെൻ ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. റൺ ചെയ്ത് നോക്കുക. സോ ഒക്യുപ്പേഷൻ്റെ വന്നിട്ടുണ്ട്. ഇനി നേറ്റീവ് കൺട്രിയും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. സോ അതിൻ്റെയും കൂടി ചെക്ക് ചെയ്യുക, റിപ്പീറ്റഡ് വാല്യൂസ് ചെക്ക് ചെയ്യുക. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, നേറ്റീവ് അണ്ടർസ്കോർ കൺട്രി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ യൂണിക് വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് റീപ്ലേസ് ചെയ്യണം. അതായത് ഫില്ലനെ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കിയിട്ടുള്ളത് അല്ലേ. ഫസ്റ്റ് വർക്ക് ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. എന്ത് കൊടുക്കാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് എന്ത് കൊടുക്കാം, വർക്ക് ക്ലാസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈക്വൽസ് ഡാറ്റ അഗെയിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ആ കോളത്തിൻ്റെ നെയിം വർക്ക് ക്ലാസ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഡോട്ട് ഫില്ലനെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, വാല്യൂസ് നോക്കുക, പ്രൈവറ്റ് ആവാൻ. യെസ്, വർക്ക് ടൈപ്പ് പ്രൈവറ്റ് ആണ്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഒക്യുപ്പേഷൻ സ്പെഷ്യാലിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത് കൊടുക്കുക, പ്രൈവറ്റ് കൊടുക്കുക. എന്നാൽ അതേപോലെ തന്നെ നെക്സ്റ്റ് കോളം നെയിം ഒക്യുപ്പേഷൻ ആണ് നെക്സ്റ്റ്. സോ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, ഒക്യുപ്പേഷൻ. ദെൻ അതിന് ശേഷം ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് ഒക്യുപ്പേഷൻ കൊടുക്കുക. ദെൻ ഡോട്ട് ഫില്ലനെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, വാല്യൂ കൊടുക്കാം. സ്പെഷ്യാലിറ്റി. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, നേറ്റീവ് കൺട്രി ആണ് നമ്മുടെ നെക്സ്റ്റ് കോളം വരുന്നത്. സോ അത് കൊടുക്കാം, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, നേറ്റീവ് ഹൈഫൺ കൺട്രി ഈക്വൽസ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, നേറ്റീവ് കൊടുക്കുക, കൺട്രി കൊടുക്കുക, ഡോട്ട് ഫില്ലനെ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കാം. ഓക്കെ, റൺ ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്നല്ല ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഈസ് നൾ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കുക, സം കൊടുക്കുക. ദെൻ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ വാല്യൂസ് ഒന്നും വേറെ നൾ വാല്യൂസ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഡാറ്റ ടൈപ്പ്
ഒബ്ജക്റ്റ് ടൈപ്പ് വേറെ വരുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഫോർ ലൂപ്പ് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക, ഫോർ in ഡാറ്റ ഒരു കോളം കൊടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക, ഇഫ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക, ഐ കൊടുക്കുന്നുണ്ട്, ഡോട്ട് ഡി ടൈപ്പ് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഓ കൊടുക്കുന്നുണ്ട്, കോളൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രിന്റ് ഐ കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതെന്തായിരിക്കും, കോളംസ് ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടുള്ള കോളംസിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫിൽറ്ററിങ് പോലെ ചെയ്ത് നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് കോളത്തിൻ്റെ നെയിമും നമ്മളിവിടെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ബേസിക്കലി നമ്മൾ പഠിക്കുന്ന ഫോർ ലൂപ്പും അതേപോലെ തന്നെ ഇഫ് കണ്ടീഷനും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡോട്ട് ഡി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലേബൽ എൻകോഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കോളത്തിനെ 1 by 1 ആയിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. 1 by 1 ആയിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വർക്ക് ക്ലാസ് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, വർക്ക് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ LE അണ്ടർസ്കോർ വർക്ക് ക്ലാസ് ഈക്വൽ എന്ന് കൊടുക്കുന്നുണ്ട്, ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്, ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ വർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ നെയിം LE അണ്ടർസ്കോർ വർക്ക് ക്ലാസ് ഡോട്ട് എന്ത് കൊടുക്കുക, ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വർക്ക് ക്ലാസ് കൊടുക്കുക. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലേബൽ എൻകോഡർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. LE അണ്ടർസ്കോർ എന്താണ്, എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷൻ ഈക്വൽസ് കൊടുക്കുക, ലേബൽ എൻകോഡർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുന്നുണ്ട് സെയിം പാറ്റേൺ, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോളം നെയിം കൊടുക്കുക, ഈക്വൽസ് LE അണ്ടർസ്കോർ എഡ്യൂക്കേഷൻ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, സോ സെക്കൻഡ് കോളം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. മാരിറ്റൽ സ്റ്റാറ്റസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ലേബൽ എൻകോഡർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷം ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ പേര് LE അണ്ടർസ്കോർ മാരിറ്റൽ അണ്ടർസ്കോർ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്, ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുക, നമ്മുടെ ആ ഒരു കോളം നെയിം മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, occupation. So LE underscore occupation equals label encoder function brackets and ഉള്ളിൽ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്,
നെക്സ്റ്റ് കോളത്തിൻ്റെ പേര് occupation ഈക്വൽസ് ഒബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക LE_occupation ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക സിംഗിൾ കോട്ട്സിൽ നമ്മുടെ കോളം നെയിം കൂടി സ്പെസിഫൈ ചെയ്യുക കേട്ടോ. ഇവിടെ occupation ആണ് യൂസ് ചെയ്യുന്നത്. സോ occupation കൊടുക്കുന്നുണ്ട്. സോ അത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ആണ്. സോ അതിൻ്റെയും കൂടെ കൊടുക്കാനുണ്ട്. ഫസ്റ്റ് LE_underscore റിലേഷൻഷിപ്പ് ഈക്വൽസ് കൊടുക്കുക ലേബൽ എൻകോഡ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സ് കൊടുക്കുക റിലേഷൻഷിപ്പ് ഓക്കെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കോളം നെയിം കൊടുക്കുന്നുണ്ട് ഈക്വൽസ് LE_underscore റിലേഷൻഷിപ്പ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുക ട്രാൻസ്ഫോം കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക റിലേഷൻഷിപ്പ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് കോളം കൊടുക്കാം. നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് റേസ് ആണ്. സോ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. LE_underscore റേസ് ഈക്വൽസ് കൊടുക്കാം ലേബൽ എൻകോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ റേസ് ഈക്വൽസ് LE_underscore റേസ് ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക റേസ് കൊടുക്കുക. സോ ആ ഒരു കോളം കൂടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്സിൻ്റെ കോളം ഉണ്ട്. സോ LE_underscore കോളം നെയിം കൊടുക്കുക ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട് ലേബൽ എൻകോഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് നെക്സ്റ്റ് ലൈനിൽ ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിലായിട്ട് കോളം നെയിം കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഈക്വൽസ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. സോ LE_underscore കോളം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ എന്ത് കൊടുക്കുക ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ് സിംഗിൾ കോട്ട്സിൽ കോളം നെയിമും കൂടി കൊടുക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് നേറ്റീവ് കൺട്രി ആണ്. സോ LE_underscore native underscore country equals label encode function brackets കൊടുക്കുക. then next data square bracket single quotes ഉള്ള native hyphen country കൊടുക്കുക equals LE_underscore native underscore country dot fit underscore ട്രാൻസ്ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സ് സിംഗിൾ കോട്ട്സ് എന്ത് കൊടുക്കുക കോളം നെയിം കൊടുക്കുക നേറ്റീവ് കൺട്രി ദെൻ റൺ ചെയ്യാം. ഇതിലിപ്പോൾ വലിയ എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഡാറ്റ എടുത്ത് നോക്കാം. കംപ്ലീറ്റ് കോളത്തിന് എന്താക്കിയിട്ടുണ്ട് ന്യൂമറിക്കലിലേക്ക് കൺവേർഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെയാണ് നമുക്ക് എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ സെയിം വേ എക്സ് ഈക്വൽസ് കൊടുക്കുന്നുണ്ട് ഡാറ്റ ഡോട്ട് ഡ്രോപ്പ് നമ്മുടെ ടാർഗറ്റ് കോളം ഇൻകം ആയിരിക്കും. സോ ഇൻകം ഗ്രേറ്റർ ദാൻ 50K ആണ് നമ്മുടെ ടാർഗറ്റ് കോളം വരുന്നത്. സോ നമുക്കത് സ്പെസിഫൈ ചെയ്യാനുണ്ട് കേട്ടോ. ഡ്രോപ്പ് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് കോളത്തിൻ്റെ നെയിം കൊടുക്കുക ഇൻകം ഗ്രേറ്റർ ദാൻ 50K അല്ല ആ ഒരു കോളം നെയിം പ്രോപ്പറായിട്ട് കൊടുക്കുക സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കോമ ഇത് കൊടുക്കുക ആക്സിസ് ഈക്വൽസ് 1 കൊടുക്കുക.
ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത് മെയിൻലി. റൺ ചെയ്ത് നോക്കാം. സോറി, വൈയും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ y ഈക്വൽസ് കൊടുക്കുന്നുണ്ട്. ഡാറ്റ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക. ഇൻകം ഗ്രേറ്റർ ദാൻ 50. ഓക്കെ, എക്സും വൈയും ഒക്കെ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്താണ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ആണുള്ളത്. സോ എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ y train comma y test equals train underscore test underscore split function brackets ഉള്ളിൽ x comma y comma എന്താണ് നെക്സ്റ്റ് ഉണ്ട് ടെസ്റ്റ് സൈസ് ആണ്. സോ ടെസ്റ്റ് underscore size equals 0.2 കൊടുക്കുന്നുണ്ട്. കോമ random state random underscore state equals കൊടുക്കാം 20 കൊടുക്കുന്നുണ്ട്. then റൺ ചെയ്യാം. സോ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മോഡൽ ക്രിയേഷൻ ആണ് വരുന്നത്. നമുക്ക് മോഡൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. മോഡൽ ഈക്വൽസ് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ക്ലാസിഫയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കൊടുക്കാം, മോഡൽ ഡാറ്റ ഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ അതിൻ്റെ എന്താണ് ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും പ്രിന്റ് ചെയ്യാനുണ്ട്. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം, ട്രെയിൻ സ്കോർ കോളൻ എന്ത് കൊടുക്കാം, നിങ്ങളുടെ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, നെക്സ്റ്റ് പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കോളൻ സ്പേസ് ദെൻ കോമ മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക. ദെൻ റൺ ചെയ്ത് നോക്കാം. 0.85 ലെവലിൽ നമുക്ക് ഔട്ട്കം വന്നിട്ടുണ്ട്. സോ ട്രെയിനിങ് സ്കോർ 0.85ഉം അതിൻ്റെ ടെസ്റ്റിംഗ് സ്കോർ എന്ന് പറയുന്നത് 0.84 ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്തത് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത മോഡൽ ഒന്ന് ചെയ്ത് നോക്കാം. സോ മോഡൽ 1 ഈക്വൽസ് എന്ത് കൊടുക്കാം, ബൂസ്റ്റ് ക്ലാസിഫയർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, ബേസ് എസ്റ്റിമേറ്റേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ബേസ് എസ്റ്റിമേറ്റേഴ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബേസ് അണ്ടർസ്കോർ എന്ത് കൊടുക്കാം, എസ്റ്റിമേറ്റർ ഈക്വൽസ് കൊടുക്കുക ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് മാക്സ് അണ്ടർസ്കോർ ഡെപ്ത് ഈക്വൽസ് 6 നോക്കാം, കോമ ലേണിംഗ് അണ്ടർസ്കോർ റേറ്റ് ഈക്വൽ 0.6. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ മോഡലിനെ
ഫിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്. മോഡൽ 1 ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ്റ്റെൻഡ് കോമ വൈ ട്രെയിൻ, ദെൻ പ്രിന്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, സിംഗിൾ കോട്ട്സിൽ ട്രെയിൻ സ്കോർ കോളൻ എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ ഫംഗ്ഷൻ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് എന്ത് കൊടുക്കുക, എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സ് കൊടുക്കുക, ടെസ്റ്റ് സ്കോർ കോളൻ, then അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് സ്കോർ കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുക, ദെൻ റൺ ചെയ്യാം. റോ ഡിസിഷൻ ട്രീ ക്ലാസിഫയറിൻ്റെ അവിടെ എന്തോ ഇഷ്യൂ ഉണ്ടല്ലോ, ഡിസിഷൻ ഓക്കെ, നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം മേ ബി ഇഷ്യൂ വന്നത്. യെസ്, നെയ്മറാണ് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ മുകളിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. താഴെ ഇമ്പോർട്ട് ചെയ്താലും ഇഷ്യൂസ് ഒന്നും ഇല്ല, നോർമലി ഇമ്പോർട്ട്സ് ഒക്കെ മുകളിലല്ലേ ചെയ്യാം, സോ അവിടെ തന്നെ ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം sklearn ഡോട്ട് ട്രീ import decision tree classifier then run ചെയ്യാം. ടോൺ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക, റൺ ചെയ്ത് നോക്കാം. ഇതല്ല കണ്ണോട് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ക്ലാസിഫയർ ബേസ് എസ്റ്റിമേറ്റർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ബേസ് എസ്റ്റിമേറ്റർ ഓക്കെ, ബൂസ്റ്റ് ക്ലാസിഫയർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൂസ്റ്റ് ക്ലാസിഫയർ സ്പെല്ലിംഗ് കറക്റ്റ് ആണെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ബേസ് എസ്റ്റിമേറ്റർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ബട്ട് അവിടെ ടൈപ്പറാണ് വരുന്നത് കേട്ടോ. നമുക്കതൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കാം. നമ്മൾ ഡയറക്റ്റ്ലി അഡാ ബൂസ്റ്റ് കൊടുക്കുമായിരുന്നു അല്ലേ ചെയ്തത്, അഡാ ബൂസ്റ്റ് റിഫ്രഷർ കൊടുക്കുമായിരുന്നു ചെയ്തത്. ഓക്കെ, സോ ഇതിൽ ഓക്കെ, സോ ഇൻകം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതിൽ അഡാ ബൂസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഇൻകത്തിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്.
ഗ്രേറ്റർ ദാൻ 50K ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് 50Kനേക്കാളും കുറവുള്ള കോളംസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് അതിൽ മെയിനായിട്ട് കോളംസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ URL ത്രൂ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കോളംസ് 1 by 1 ആയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദെൻ നമ്മൾ നെക്സ്റ്റ് ചെയ്ത് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എന്താണ് ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ആ ഒരു കോളംസിനെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ലേബിൾ എൻകോഡർ വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം, അതിന് ഇഷ്യൂസ് ഇല്ല. ദെൻ അതിന് ശേഷം ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ബേസ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ എറർ വരുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു വേരിയബിളിലേക്ക് ആക്കിയിട്ട് നമുക്ക് കൊടുത്തു നോക്കാം. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ മോഡൽ 1 ആണ് കേട്ടോ. സോ ഏറ്റവും ടോപ്പിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് അണ്ടർസ്കോർ മോഡൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈക്വൽസ് ബേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം മാക്സ് സ്റ്റെപ്പും 6 കൊടുത്തിട്ടുണ്ട്. ഇത് ഓക്കെ. ദെൻ ബേസ് എസ്റ്റിമേറ്ററിൻ്റെ അവിടെ എന്ത് കൊടുക്കാം, ബേസ് മോഡൽ കൊടുക്കാം. അപ്പോൾ ബേസ് അണ്ടർസ്കോർ മോഡൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അഡാബൂസ്റ്റിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ നോക്കുക. ADABOOST ക്ലാസിഫയർ കറക്റ്റ് ആണ്. ബേസ് എസ്റ്റിമേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ് നെയിമും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ എസ്റ്റിമേറ്റേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ലേണിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് നെക്സ്റ്റിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ തന്നെ ഒരെണ്ണം കൂടി മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സെയിം എറർ തന്നെയാണല്ലോ വരുന്നത്. സോ SQL വേർഷൻ അതായത് 1.2 ആൻഡ് അബോവിലാണ് ഇതുണ്ടാവുക. ബേസ് എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം അതിൻ്റെ അപ്പർ വേർഷൻസ് ഉണ്ടല്ലോ, ലേറ്റസ്റ്റ് വേർഷൻസിലൊക്കെ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. സോ ബേസ് അങ്ങ് കളഞ്ഞിട്ട് അങ്ങ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ അപ്ഡേറ്റഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവാം. 1.2നേക്കാളും അപ്പർ വേർഷൻസ് ആണ് നമ്മൾ കറൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ബേസ് എസ്റ്റിമേറ്റേഴ്സിന് പകരം, പഴയ ടേമിന് പകരം എന്ത് വന്നിട്ടുണ്ട്, എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ടേമാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ആയിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ടെന്ന് മാത്രം. അവിടെ 85 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 87 ആയിട്ടുണ്ട്. അതുപോലെ ടെസ്റ്റ് സ്കോറും എന്തായിട്ടുണ്ട്, 86 ആയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസേ ഇവിടെ വരുന്നുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ എസ്റ്റിമേറ്റേഴ്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ. നമുക്ക് സെയിം ഡാറ്റ വേണമെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് ബെറ്റർ ഫിറ്റ് ആയിട്ടുള്ള കൂടുതൽ ട്രീസ് വേണമെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് എൻറ്റയർലി ഒന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. Ctrl+C കൊടുത്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മോഡലിൻ്റെ നെയിം അങ്ങ് മാറ്റുന്നുണ്ട്, 2 ആക്കുന്നുണ്ട്. ഇതേപോലെ ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും മോഡലിൻ്റെ ആ ഒരു സ്കോർ ചെക്ക് ചെയ്യുന്നതിൽ മോഡലിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ വിട്ടു പോകരുത്. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, ലേണിംഗ് റേറ്റിന് മുമ്പായിട്ട് എസ്റ്റിമേറ്റേഴ്സും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ N_estimate equals 100 കൊടുത്ത് നോക്കാം. ദെൻ റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം പ്രഡിക്ഷൻ തന്നെയാണ് അല്ല, വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ബേസ് മോഡലൊക്കെ തന്നെ മാക്സ് സ്റ്റെപ്പ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം.
അതേപോലെ ലേണിംഗ് റേറ്റും ചെറുതായിട്ടൊക്കെ ഒന്ന് വേരി ചെയ്ത് നോക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആക്യുറസി സ്കോർ അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടൊക്കെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഓരോ മോഡലിൻ്റെയും ആക്യുറസി സ്കോറും ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റിൽ എന്താണ് വൈപ്രെഡ് വേണം. അതിന് വേണ്ടിയിട്ട് കൊടുക്കുക y_thread ഈക്വൽസ് എന്താണ് മോഡൽ 2 എടുക്കണമെങ്കിൽ 2 എടുക്കാം, മോഡൽ 1 എടുക്കണമെങ്കിൽ 1 എടുക്കാം. രണ്ടാണെങ്കിലും ഓൾമോസ്റ്റ് ഒരേപോലത്തെ ഔട്ട്കം ആണ് വന്നിരിക്കുന്നത്. ഞാൻ മോഡൽ 2 എടുക്കുന്നുണ്ട് കേട്ടോ. മോഡൽ 2 ഡോട്ട് എന്ത് കൊടുക്കുക, പ്രിഡിക്റ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എക്സ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് റൺ ചെയ്യുക. നെക്സ്റ്റ് സെല്ലിൽ എന്ത് കൊടുക്കുക, ആക്യുറസി സ്കോർ ചെക്ക് ചെയ്യാനുണ്ട്. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുന്നുണ്ട്, ആക്യുറസി സ്കോർ കൊടുക്കുന്നുണ്ട്. കോളൻ ഒരു സ്പേസ് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ നെയിം കൊടുക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ അത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒന്നും കൂടി നോക്കാനുണ്ട്. ആക്യുറസി സ്കോറും അതേപോലെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്സ് ഇല്ല, സോ അത് ഇമ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഫ്രം sklearn.metrics import accuracy score, എന്തായിരുന്നു ക്ലാസിഫിക്കേഷൻ അണ്ടർസ്കോർ റിപ്പോർട്ട്. sklearn.metrics ആയിരിക്കും, CS ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ആക്യുറസി സ്കോറിൻ്റെ അവിടെ ഇനി ഫംഗ്ഷൻ കൊടുക്കാം. ഓൾസെൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആക്യുറസി സ്കോർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ നെയിമും കൂടി കൊടുക്കാനുണ്ട്. സോ ആക്യുറസി അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, സ്കോർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, വൈ ടെസ്റ്റ് വൈപ്രെഡ്. ആക്യുറസി സ്കോർ നമുക്ക് അവിടെ പ്രിൻ്റ് ആയിട്ട് 0.86 ആണ് നമ്മുടെ ആക്യുറസി സ്കോർ വരുന്നത്. നമുക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. സോ പ്രിൻ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുക്കുക. ലാഷിനും കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം ക്ലാസിഫിക്കേഷൻ അണ്ടർസ്കോർ റിപ്പോർട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക, വൈ ടെസ്റ്റ് വൈപ്രെഡ് കൊടുക്കുക. റൺ ചെയ്ത് നോക്കാം. സോ ഇത് നമുക്ക് പ്രിസിഷൻ റീകോൾ F1 സ്കോർ അതേപോലെ തന്നെ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വിസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ മെട്രിക്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് CM ഈക്വൽസ് കൺഫ്യൂഷൻ മെട്രിക്സും കൂടി ഇമ്പോർട്ട് ചെയ്യണം. കൺഫ്യൂഷൻ അണ്ടർസ്കോർ കൊടുക്കാം, മെട്രിക്സ് കൊടുക്കാം. CM ഈക്വൽസ്
ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ആവാത്തതിൻ്റെ ഇഷ്യൂ ആണ് കേട്ടോ ഇങ്ങനെ കുറേ വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺഫ്യൂഷൻ മെട്രിക്സ് ആണ്. സോ CM ഈക്വൽസ് കൊടുക്കുന്നുണ്ട് കൺഫ്യൂഷൻ അണ്ടർസ്കോർ മെട്രിക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, y ടെസ്റ്റ് കോമ y പ്രിഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എസിന് സ്റ്റാർട്ട് ഹീറ്റ് മാപ്പ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ CM കോമ നോട്ട് ഈക്വൽസ് കൊടുക്കുന്നുണ്ട്, ട്രൂ കൊടുക്കുന്നുണ്ട്, കോമ കൊടുക്കുക FMT ഈക്വൽസ് D കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം C മാപ്പ് ഈക്വൽസ് സിംഗിൾ കോഡ്സിൽ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഓക്കെ, C മാപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ ആഡ് ചെയ്യാം. സോ PLT ഡോട്ട് ടൈറ്റിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഡ്സിൽ എന്ത് കൊടുക്കാം, ബൂസ്റ്റ് കൺഫ്യൂഷൻ മെട്രിക്സ്. നെക്സ്റ്റ് PLT ഡോട്ട് എക്സ് ലേബൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, കോഡ്സിൽ പ്രിഡിക്റ്റഡ് കൊടുക്കുക. ഇതേപോലെ നെക്സ്റ്റ് ലൈനിൽ PLT ഡോട്ട് y ലേബിൾ ആഡ് ചെയ്യാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, ആക്ച്വൽ കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്തു. സീബോൺ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, മാറ്റ്പ്ലോട്ട്ലിബും അപ്പോൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ, ഇല്ല. സോ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ട് ഇത് കൊടുക്കുക മാറ്റ്പ്ലോട്ട്ലിബ് ഡോട്ട് pyplot as PLT കൊടുക്കുക. then import seaborn as SNS കൊടുക്കുക. ഓക്കെ, സോ ഇമ്പോർട്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. നേരെ തലക്കിട്ട് പോവാ. ഇതും കൂടി റൺ ചെയ്തു. സോ നമുക്കിവിടെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രിഡിക്ഷൻ ചെയ്ത് നോക്കേണ്ടവർക്ക് ചെയ്ത് നോക്കാം കേട്ടോ, അതൊന്നും ഇഷ്യൂസ് ഇല്ല. ദെൻ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇവിടെ പ്രിഡിക്ഷൻ ആണ് ചെയ്യുന്നത്. ഒരു പേഴ്സൺ 50K കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഡാറ്റാ സെറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പിക്ക് പോയാലും നമുക്ക് ഡാറ്റാ സെറ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഡാറ്റാ സെറ്റ് കോളം കണ്ടാൽ അറിയാം ഒരു പേഴ്സൺ 50K എബോവ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡാറ്റാ സെറ്റിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്. അഡാബൂസ് എന്ന് പറയുന്ന ബൂസ്റ്റിംഗ് അൽഗോരിതമാണ്. നോർമൽ ഔട്ട്പുട്ടിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, ഔട്ട്പുട്ട് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിതിൽ കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട്സിൽ പാൻഡാസ്, അതേപോലെ തന്നെ മാറ്റ്പ്ലോട്ട്ലിബ്, സീബോണൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്, അതായത് ട്രെയിനിങ് ടെസ്റ്റിംഗ് ഒക്കെ ഡാറ്റയായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ലേബൽ എൻകോഡർ, അതായത് കാറ്റഗോറിക്കൽ വേരിയബിൾസിനെ ന്യൂമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബൽ എൻകോഡർ യൂസ് ചെയ്യും. ദെൻ അഡാബൂസ്റ്റ് ക്ലാസിഫയർ ഉണ്ട്, അതായത് മെയിൻ മോഡലിന് എൻസെമ്പിൾ ബൂസ്റ്റിംഗ് അൽഗോരിതം ആണ് അത് വരുന്നത്. സോ അതിലത്തെ അഡാബൂസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ഡിസിഷൻ ട്രീ ക്ലാസിഫയറിൽ. അതിൽ നമ്മൾ എന്താണ് ബേസ് ലേണർ അല്ലെങ്കിൽ വീക്ക് ലേണർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 5 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 1 വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രീ സ്ട്രക്ചറിൽ എത്ര ട്രീസ് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. എത്ര ലെവൽസ് മാക്സ് ഡെപ്ത് എത്ര വേണമെന്നൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മെട്രിക്സ് ആണ്, അത് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ മോഡലിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആക്യുറസി സ്കോർ, കൺഫ്യൂഷൻ മെട്രിക്സ് ഒക്കെ. ദെൻ സീബോണും മാറ്റ്പ്ലോട്ലിബും നമ്മൾ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡാറ്റ സെറ്റിനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ക്ലീനിങ് സ്റ്റെപ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. സോ ഡാറ്റ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഡാറ്റേനെ ലോഡ് ചെയ്തതിന് ശേഷം കോളംസ് ചെക്ക് ചെയ്ത്, കോളം നെയിംസ് ചെക്ക് ചെയ്ത് നോക്കി, ദെൻ നൾ വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് 3 കോളത്തിൽ നമുക്ക് നൾ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ ഓരോ കോളംസിലെയും വാല്യൂ കൗണ്ട് നമ്മൾ എടുത്ത് നോക്കുകയാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോളത്തിലെയും വാല്യൂ കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായി. ദെൻ ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയല്ല ചെയ്തത്. വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു, പക്ഷെ ഒത്തിരി കോളംസ് ഉള്ളത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നില്ല. ഓരോ കോളത്തിൻ്റെയും വാല്യൂ കൗണ്ട് എടുക്കുകയാണ് ചെയ്തത്. സോ വർക്ക് ക്ലാസ്, ഒക്യുപ്പേഷൻ, അതേപോലെ നേറ്റീവ് കൺട്രി, ഈ 3 കോളംസിലെയും വാല്യൂ കൗണ്ട് എടുക്കുകയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കാറ്റഗോറിക്കൽ കോളംസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തു. സോറി, ഇത് ഫില്ലിംഗ് ആണ്. ഈ 3 ലൈനിൽ നമ്മൾ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. നൾ വാല്യൂസിനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തു. ദെൻ നൾ വാല്യൂസിനെ ക്ലിയറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഒബ്ജക്റ്റ് ടൈപ്പ് കോളംസിനെ നമ്മൾ എന്ത് ചെയ്തു, ഫോർ ലൂപ്പ് വെച്ച് എടുക്കുകയാണ് ചെയ്തത്. സോ ഒബ്ജക്റ്റ് ടൈപ്പ് ആയിട്ടുള്ള കോളംസിൻ്റെ നെയിംസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. ദെൻ അതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോളം നെയിംസ് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ തൊട്ട് താഴെ നമ്മൾ ലേബിൾ എൻകോഡർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. സോ ഓരോ കോളത്തിനെയും കറസ്പോണ്ടിങ് യൂണീക്ക് വാല്യൂസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ കൗണ്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എക്സും വൈയും കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫീച്ചേഴ്സും ടാർജറ്റും ആണ് എക്സും വൈയും വരുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഫസ്റ്റ് എക്സ് എന്ന് പറയുന്നത് ടാർജറ്റ് കോളം ഒഴിച്ചുള്ള ബാക്കിയുള്ള കോളത്തിനെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വൈ എന്ന് പറയുന്നത് നമ്മുടെ ടാർജറ്റ് കോളം മാത്രമാണ് വൈ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഇത്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. അതിൽ വരുന്നത് നമ്മൾ ഡാറ്റ സെറ്റിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. സോ 80% ട്രെയിനിങ്ങിനും 20% ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം റാൻഡം സ്റ്റേറ്റ് 42 കൊടുത്തിട്ടുണ്ട്. അതായത് റാൻഡം സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് മോഡൽ നമ്മൾ അഡാബൂസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസിഷൻ ട്രീ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് മാക്സ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് 6 ആണ് കൊടുത്തിട്ടുള്ളത്. 1 വേണമെങ്കിലൊക്കെ കൊടുക്കാം കേട്ടോ. 1ഓ 2ഓ 3ഓ ഏത് വേണമെങ്കിലും കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വീക്ക് മോഡലായിരിക്കും. സോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാം, എന്നാലും ഒത്തിരി വലുതാവാനും പാടില്ല കേട്ടോ. സോ ബൂസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, വീക്ക് ലേണേഴ്സിന് കുറേ വീക്ക് ലേണേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൂസ്റ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡാബൂസ്റ്റിൻ്റെ ആ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എസ്റ്റിമേറ്റേഴ്സ് ഈക്വൽസ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ബേസ് മോഡൽ കൊടുത്തിട്ടുണ്ട്. അതായത് വീക്ക് ലേണേഴ്സിനെയൊക്കെ, അതായത് ഡിസിഷൻ സ്റ്റെംസിയുടെ അല്ലെങ്കിൽ ഡിസിഷൻ ട്രീയിലുള്ള വീക്ക് ലേണേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റിമേറ്റേഴ്സിക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എസ്റ്റിമേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ എത്ര വീക്ക് മോഡൽസിനെയാണ് ഒരു സീക്വൻസിൽ ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ളൊരു കൗണ്ടാണ് ആ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ലേണിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 0.6ഓ 0.5ഓ എത്ര വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതായത് കോൺട്രിബ്യൂഷൻ, ഓരോ മോഡലിലുള്ള കോൺട്രിബ്യൂഷൻ ലോവർ ആണെങ്കിൽ കൂടുതൽ കൺസർവേറ്റീവ് ആയിരിക്കും. പിന്നെ അതിനുശേഷം ഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മോഡലിനെ ബൂസ്റ്റ് ചെയ്തിട്ട്, ട്രെയിനിങ് ഡാറ്റയിലുള്ള ആ ഒരു മോഡലിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, വൈപ്രെഡ് കൊടുത്തിട്ടുണ്ട്. പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് കാറ്റഗറി ആണ് വരുന്നത് എന്നുള്ള ടെസ്റ്റ് സെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണത്. ദെൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് കറക്റ്റ് ആണോ പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. റിഗ്രസർ ചെക്ക് ചെയ്തതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് ക്ലാസിഫയറിൽ വന്നിരിക്കുന്നത് അല്ലേ. സോ റിഗ്രഷൻ ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് എന്താണ് റിഗ്രഷൻ അൽഗോരിതം വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ പെർഫോമൻസ് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ടാണ് ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് കംപ്ലീറ്റ്ലി എന്താണ് ക്ലാസിഫിക്കേഷൻ അൽഗോരിതംസ് വെച്ചിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നതും റിഗ്രഷൻ ഡാറ്റ സെറ്റ് റിഗ്രഷൻ അൽഗോരിതംസ് വെച്ചിട്ട് ഡീൽ ചെയ്യുന്നതും കേട്ടോ. ആൻഡ് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള അഡാബൂസ് റിഗ്രസറിൽ ക്ലാസിഫിക്കേഷൻ ഡാറ്റ സെറ്റ് തന്നെ കൊടുത്തത്. റിഗ്രഷൻ ഡാറ്റ സെറ്റ് വെച്ചിട്ടും എന്ത് ചെയ്യുക, അഡാബൂസ് റിഗ്രസർ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. വേറെ ഏതെങ്കിലും ഡാറ്റ സെറ്റ് വെച്ചിട്ട് അഡ്മിഷൻ ഡാറ്റയോ ഏതെങ്കിലും ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്താണ് നമ്മൾ ആക്യുറസി, അതായത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ കറക്റ്റ് പ്രിഡിക്ഷൻസ് എത്രയൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ആക്യുറസി സ്കോറിൽ വരുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ആക്യുറസി സ്കോറിൽ വരിക. അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടാണ്. സോ പെർഫോമൻസ് മെട്രിക്സിൽ നമുക്ക് എത്ര പ്രിഡിക്ഷൻ ഉണ്ട്, അതായത് എത്ര കറക്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ്സ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിസിഷനിൽ വരുന്നത്. അതേപോലെ റീകോൾ എന്ന് പറയുന്നത് എന്താണ്, എത്ര ആക്ച്വൽ പോസിറ്റീവ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റീകോളിൽ വരുന്നത്. ദെൻ F1 സ്കോർ എന്ന് പറയുമ്പോൾ ഹാർമോണിക് മീൻ ആയിരിക്കും. പ്രിസിഷൻ്റെയും റീകോളിൻ്റെയും ഹാർമോണിക് മീൻ ആണ് F1 സ്കോറിൽ വരുന്നത്. ദെൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് പെർ ക്ലാസ് ആണ് സപ്പോർട്ടും വരുന്നത് കേട്ടോ. സീറോസും വൺസിലും എത്ര സാമ്പിൾസ് വരുന്നുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഓവർവ്യൂ നമുക്ക് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിൽ കിട്ടും. ദെൻ അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, കൺഫ്യൂഷൻ മെട്രിക്സിൽ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ് ഒക്കെ ഇതിലുണ്ട്. സോ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു എന്താണ് ബേസിക് ഓവർവ്യൂ നമുക്ക് കിട്ടും. ദെൻ അഡാബൂസ്റ്റ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു മിക്സഡ് ഡാറ്റ ടൈപ്സ് ഉള്ള ഡാറ്റ സെറ്റിലൊക്കെയാണ്. ന്യൂമറിക്കലും കാറ്റഗറിക്കലും ഉള്ള ഡാറ്റ സെറ്റിലാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. പിന്നെ മിസ്സിംഗ് വാല്യൂസ് ഇല്ല എന്നുള്ളത് അഷ്വർ ചെയ്യേണ്ടതുണ്ട്. ദെൻ നമുക്ക് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ മോഡലിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പവർഫുൾ ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, അഡാബൂസ്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രേഡിയൻ ഡിസിറ്റ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു.